ഹലോ ഗൈസ്, വെൽക്കം ടു ട്രെൻഡിങ് ഇൻസൈറ്റ്സ്. നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് വലിയൊരു ആരാധക വൃന്ദം ഇന്ന് കേരളത്തിലുണ്ട്. രണ്ടാമത്തെ മകൾ ദിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളെല്ലാം അവസാനിച്ചതിനാൽ കുടുംബസമേതം ഇപ്പോൾ ബാലിയിൽ അവധി ആഘോഷിക്കുകയാണ് കൃഷ്ണകുമാർ. പൊതുവെ വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർ തനിച്ചാണ് ഹണിമൂണിന് പോകാറുള്ളത്. എന്നാൽ ദിയയുടെയും അശ്വിൻ്റെയും ഹണിമൂൺ വളരെ വ്യത്യസ്തം തന്നെ. അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും കൂട്ടി ഒരു മിഥുനം സ്റ്റൈൽ ഹണിമൂണാണ് ബാലിയിൽ ദിയയും അശ്വിനും ആഘോഷിക്കുന്നത്. ബാലിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ മുതൽ ഇൻസ്റ്റഗ്രാമിലൂടെ കൃത്യമായ അപ്ഡേറ്റുകൾ ദിയ പങ്കുവയ്ക്കുന്നുണ്ട്. പതിവ് പോലെ ഇത്തവണയും അഹാനയാണ് ട്രിപ്പിൻ്റെ ഓർഗനൈസർ. അഹാനയെല്ലാം കൃത്യമായി നോക്കി ചെയ്യുമെന്ന വിശ്വാസം എല്ലാവർക്കും ഉള്ളതിനാലാണ് ട്രിപ്പ് പ്ലാനിംഗ് എക്സിക്യൂഷൻ ചുമതല എപ്പോഴും അഹാന തന്നെ വഹിക്കുന്നത്. ദിയുടെ വിവാഹം കഴിയുന്നതിന് മുൻപ് വരെ 6 പേർ അടങ്ങുന്ന സംഘമായാണ് കൃഷ്ണകുമാറും കുടുംബവും ട്രിപ്പുകൾ നടത്താറുണ്ടായിരുന്നത്. എന്നാൽ അശ്വിൻ്റെ വരവോടെ അംഗസംഖ്യ 7 ഉയർന്നുവെങ്കിലും 7 പേരുണ്ടെന്ന തോന്നലില്ലെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. മരുമകനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല, ഒരു മകനെ പരിപാലിക്കുന്നത് പോലെയാണ് സിന്ധുവും കൃഷ്ണകുമാറും അശ്വിനെ സ്നേഹിക്കുന്നതും. ആദ്യം കുടുംബം പോയത് പ്രശസ്തമായ ബാലി സ്വിംഗ് ആസ്വദിക്കാനാണ്. ദിയും അശ്വിനും കപ്പിളായും സിംഗിളായും സ്വിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. ബാലിയിൽ എല്ലാം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തുവെങ്കിലും എല്ലാവർക്കും പ്രശ്നമായി തോന്നിയത് ഇന്ത്യൻ സ്റ്റൈൽ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കുറവായിരുന്നു എന്നതാണ്. അശ്വിനാണ് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. അതിനാൽ എല്ലാവരും ചേർന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അശ്വിന് നെയ്റോസ്റ്റും വടയും സാമ്പാറും വാങ്ങിക്കൊടുത്തു. എല്ലാം കൊള്ളാം, പക്ഷേ ഫുഡ് മാത്രമാണ് ബാലിയിലെ ഒരു പ്രശ്നമായി തോന്നിയതെന്ന് വ്ളോഗിൽ അശ്വിൻ തന്നെ പറയുന്നുണ്ട്. അതേസമയം ദിയുടെ വ്ളോഗ് വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത്. വിവാഹശേഷം ദിയ കുടുംബവുമായി കൂടുതൽ അറ്റാച്ച്ഡായി തോന്നിയെന്നാണ് ആരാധകരിലേറെയും കമൻ്റായി കുറിച്ചത്. അതേസമയം നല്ല അടക്കവും ഒതുക്കവുമുള്ള പയ്യനാണ് അശ്വിൻ. ഇപ്പോഴത്തെ ബോയ്സിനെ പോലെ പെരുമാറ്റങ്ങളൊന്നുമില്ലെന്നും ഭാര്യ ഭർത്താവ് എന്നതിലുപരി ദിയയും അശ്വിനും തമ്മിൽ മനോഹരമായൊരു ബോണ്ട് ഫീൽ ചെയ്യുന്നുവെന്നെല്ലാമാണ് കമൻറ്റുകൾ. കൂടാതെ സ്വന്തം ഹണിമൂണിന് മുഴുവൻ ഫാമിലിയെയും കൊണ്ടുപോയ ഓസിയാണ് ഹീറോ എന്നും തമാശയായി ആളുകൾ കുറിച്ചു. അതേസമയം 2 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു അശ്വിനും ദിയയും വിവാഹിതരായത്.